നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ റയൽ മാഡ്രിഡിൻ്റെ 2024-25 സീസൺ അവസാനിച്ചിരിക്കുന്നു. ഒരു ലോങ് സീസണായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സീസൺ ഇതാ തൊട്ടടുത്ത് ഓഗസ്റ്റിൽ ആരംഭിക്കാൻ പോവുകയുമാണ്. 2024-25 സീസണ് റയൽ ആരാധകർ എങ്ങനെ കാണും? ക്ലബ്ബ് വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ വീണു, ചാമ്പ്യൻസ് ലീഗിലൊന്നും നേടിയിട്ടില്ല, ലാലീഗയിലാവട്ടെ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതുപോലെ തന്നെ പല ടൂർണമെൻറ്റുകളിലും അവർക്ക് കാലിടറുന്ന സ്ഥിതിവിശേഷമുണ്ടായ ഒരു സീസണാണ് കടന്നുപോയത്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ബിഗ് മാർജിനിലെ തോൽവികൾ പലവട്ടം അവർ ഏറ്റുവാങ്ങിയൊരു സീസൺ. റയലിനെ PSG തോൽപ്പിച്ചേക്കാമെന്ന് കളിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ഒരു 2-1, 3-2 അല്ലെങ്കിൽ 3-1. പക്ഷെ 4-0 സാബി അലോൺസോക്ക് ഒരു വേക്കപ്പ് കോളാണിത്. 4-0 PSG പൊട്ടി കഴിഞ്ഞോ? ഈ സീസണിലെ അവരുടെ പൊട്ടലിൻ്റെ കഥകളിലേക്ക് പോയാൽ വലിയ മാർജിനിലെ വീഴ്ചകൾ. ആഴ്സണലിനോട് റയൽ മാഡ്രിഡ് 3-0 തോറ്റിരുന്നു. ഈ സീസണിലാണ് ബാഴ്സയോട് 2-5 ഒരു പൊട്ടലുണ്ടായത്. ഈ സീസണിലാണ് ബാഴ്സയോട് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് വേറൊരു തോൽവി ഉണ്ടായത്. അപ്പോൾ വമ്പൻ മാർജിനിലെ തോൽവികൾ, അതും ചിരവൈരികളോടൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സീസണാണ്. ഒരുപാട് മാറ്റങ്ങളിലേക്ക് റയൽ പോകേണ്ടി വരും. അതിനുള്ള റൂമുണ്ട്, അതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റിനുള്ള റൂമുണ്ട് എന്ന് കൃത്യമായിട്ട് സാബി അലോൺസോ പറയുന്നതും നമ്മൾ കേട്ടു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോയാൽ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുണ്ട്, ഞങ്ങൾ പഠിക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന്, എവിടേക്കാണ് എത്തേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലോട്ട് ഓഫ് മാർജിനുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർജിനുണ്ട്. ചില പോസിറ്റീവ്സ് കണ്ടെത്തിയിട്ടുണ്ട്. സോ ബെറ്റർ ടീമായിട്ട് മാറും എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സീസൺ ഒരു ഷോക്ക് പോലെ, ഒരു ഞെട്ടൽ പോലെ മാത്രമേ ആരാധകർക്ക് പലപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.